ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ബാത്റൂമിലൊക്കെ വൈറ്റ് കളർ തന്നെയാണ് പൊതുവെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെ. ഹൈലൈറ്റ് വോളുകളിൽ മാത്രമാണ് ചെറിയ വ്യത്യാസങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഹൈലൈറ്റ് വോളുകളോ അല്ലെ ഹൈലൈറ്റ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ കൺസീൽഡ് ടാങ്കിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ, അതിപ്പോൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമാണ് ഇപ്പോഴും ഹൈലൈറ്റ് വേറെ കളറിലോട്ട് പോവുകയും ബാക്കിയെല്ലാം ഈ പറഞ്ഞ വൈറ്റ് കളറിൽ വരികയും ചെയ്യുക. ഇനിയിപ്പോൾ വാഷ് ബേസിൻസും WCസും കളറായി എന്ന് വെച്ചോ. അതെ, അതിപ്പോൾ ബ്ലാക്കിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡിഫറെന്റ് കളറുണ്ട്, സിയാൻ കളർ, ബ്ലൂ, ഗ്രേ, അങ്ങനെ പല കളേഴ്സ്. എന്നാൽ പോലും ടൈലുകളെല്ലാം വൈറ്റ് യൂസ് ചെയ്യും. അതെ, എന്നാലാണ് ആ സാധനം പ്രൊജക്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് ഒരു അവിയൽ പരുവാകും. ഇനി ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ പല ആൾക്കാരും പറയും ഇപ്പം എല്ലാ ബ്രാൻഡുകൾക്കും കളർ ഓപ്ഷൻസ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം ഉണ്ട്, ഒരുപാടുണ്ട്. വൈറ്റിനേക്കാൾ റേറ്റ് കൂടുതലുമാണ് കളർ ഓപ്ഷൻസിന് ഇത്തരത്തിൽ വരുമ്പോൾ. പക്ഷേ ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംസാരിച്ച് തന്നെയാണ് ഈ വൈറ്റ് കളറിൻ്റെ ഈ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ അങ്ങനെ തന്നെ പറയാം, അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചെറിയൊരു കളർ ചേഞ്ച് പോലും അറിയാൻ പറ്റും. അപ്പം അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം വൈറ്റ് തന്നെയാണ്. അത് പല ആൾക്കാർ ഞാൻ അന്ന് ബ്ലാക്ക് വെച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ, നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു എന്താ പറയുക രക്തം വീഴുന്നു, നമുക്കൊരിക്കലും വേറൊരു കളറാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഇതിനകത്ത് ഒരു റീസൺ ആണ്.